ധ്യാനത്തിലൂടെ കഴപ്പ് മൂപ്പിക്കാൻ പറ്റുമോ? പിന്നെ ഇത് പ്രത്യേക വീഡിയോ ആണ്. കഴപ്പ് മൂപ്പിക്കേണ്ടവർക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, അല്ലാത്തവര് കാണരുത്. ആവശ്യമുള്ളവര് മാത്രം കാണുക. പിന്നെന്താ ധ്യാനം ഈസി വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അറിവുള്ളവര് പറഞ്ഞു തരുമ്പോ നമ്മള് കേൾക്കുക. ചെയ്യും, നിന്റെ കഴപ്പെല്ലാം മാറി കിട്ടും. നിന്റെ കഴപ്പെല്ലാം ധ്യാനം ചെയ്യും, നിന്റെ കഴപ്പെല്ലാം മാറി കിട്ടും. ധ്യാനം ചെയ്താൽ മതി, ഒക്കെ മാറി കിട്ടും. നിന്റെ കുഞ്ഞാന് വരെ ഉണങ്ങി കിട്ടും. വരെ ഉണങ്ങി കിട്ടും ഗൈസ്. ഇത് കൂടുതൽ എന്ത് വേണം നിങ്ങക്ക്? ഈസി ടിപ്പ്. ഇതൊക്കെ ആരാ പറഞ്ഞു തരാ? ഇതൊക്കെ പെയ്ഡാണ്. പലരും പൈസ കൊടുത്ത് മാത്രം പറഞ്ഞു തന്നെയാണ് പലരും. കുഞ്ഞാനും ഉണക്കാനുള്ള മനസ്സിലായോ? ധ്യാനത്തിലൂടെ കഴപ്പ് മാറ്റാൻ പറ്റുമോ? നിന്നെ കൊണ്ടിട്ട് ധ്യാനം ചെയ്യിപ്പിക്കും. നീ ധ്യാനം ചെയ്യും, നിന്റെ കഴപ്പെല്ലാം തീർന്നു കിട്ടട്ടെ. നീ ചെയ്യാൻ. ആഹാ, പിന്നല്ല. ആരവൻ ചോദിച്ചവന്റെ മാറിയോ? എന്റെ കുണ്ടിയുടെ അളവ് 175 സെന്റിമീറ്റർ. എന്താ ഗ്രൗണ്ടാ? പ്ലേ ഗ്രൗണ്ടാ? നിങ്ങളുടെയൊക്കെ കുണ്ടി അളന്ന് നോക്കാറുണ്ടോ? നിങ്ങൾ അളന്ന് നോക്കാറുണ്ടോ? ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അത് അളന്ന് നോക്കണം എന്തോരുണ്ടെന്ന്. പക്ഷെ സാബുക്കയുടെ 175 സെന്റിമീറ്റർ ഉണ്ട്. 175 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോ എന്തോരുണ്ടാ? ഇത്രയും കാണൂലേ? ഇത്രയും കാണൂലേ? ഇത്രയെല്ലാം കാണില്ല. 1.5 മീറ്റർ, 1.25 മീറ്റർ അല്ലേ? 175 സെന്റിമീറ്റർ. എന്തോന്നറിയത്? പഞ്ചായത്ത് ഗ്രൗണ്ടോ? എന്നാ ഇന്ന് തന്നെ മീറ്റർ കൊണ്ട് അളവ് നോക്കണേ. എത്രയാന്ന് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. എല്ലാവരും അളന്ന് നോക്കിട്ട് പറയണേ. നമുക്ക് നോക്കണം. ഈ സാബുക്കനെ വെട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ആരാണ് നമുക്ക് ടോപ്പ് വെക്കണേ നോക്കാം. ഓക്കെ, മസാറ് പാവാ വാസന്തിനെ വാസുവടന്ന് വെട്ടിക്കാനായിട്ട് തന്നേനി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. മസാറ് അവന്റെ കയ്യോക്കി സോറി, ആ ബീജിയം കൂടി ആയപ്പോ പക്കയായിട്ടുണ്ട്. പെർഫെക്റ്റ് ബീജിയം. പേരേരിക്കണോക്ക്, പേരേര് മൂടായിട്ടിരിക്കുന്നു എന്റെ ഇടയിൽ കൂടെ. വാസന്തിനെ കൊന്നിട്ട് പേരേരെ ശരിക്കും മൂടായി കഴിച്ചു. അവിടെ അമ്മ അറിയാത്തതിനെ പോലെ വന്നേക്ക. കിട്ടില്ല ഞാൻ, ചത്തോ? പേരേരെ വിചാരിച്ചു കഴിഞ്ഞോ? ഈശ്വര ഭഗവാനെ, തടപണം നൈസായിട്ട് ഇവിടെ തടവുന്നുണ്ട് കേട്ടോ. എനിക്ക് നശിച്ച ലോകം കാണാൻ എനിക്ക് പേരേരക്ക് ഇതായി കഴിഞ്ഞതിന്റെ ഒരു ഇത് വേണ്ട, എനിക്ക് കണ്ടു വേണ്ട. ഞാൻ പോവാ. കൊള്ള വാസന്തേ ചട്ടപോലെ എനിക്ക്. പേരേരയുടെ നോട്ട ശരിയല്ലല്ല. പേരേരനെ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. ഈ ജിംറോട്ടൻ നിനക്കായി ഒരു പാട്ട് പാടിയാണ്. അശ്വതിക്കുട്ടി, നിനക്ക് വേണ്ടിട്ടാണ് പാട്ട്. നോക്കിക്കോ, പുള്ളിക്കാരൻ സ്നേഹത്തോടെ തന്നതാ. ജിംറൂട്ടനാ പറയുന്നേ. ജിംറൂട്ടനാ പറയണേ. ഈ മരത്തിൽ ചാടിക്കേറിക്കൊണ്ട് ഈ മരത്തിൽ ചാടിക്കേറിക്കൊണ്ട് ഞാൻ മരത്തിൽ ചാടിക്കേറിക്കൊണ്ട് ആഹാ മരത്തിൽ ചാടിക്കൊണ്ട് നീ എന്താ കാണിക്കണേ? മിസ് അശ്വതി മരമാണത്, മരം. നീ മരത്തിന് പോലും വെറുതെ വിടൂലേ? നിന്റെ അശ്വതി കുട്ടി അല്ല, അത് മരമാണ്. സൂപ്പർ അശ്വതി, സൂപ്പർ സൂപ്പർ അശ്വതി. അവനെ കാണിച്ചിട്ട് സൂപ്പർ സൂപ്പർ അശ്വതി. അശ്വതിമാരത് കേൾക്കണ്ടല്ലോ. അശ്വതിയോടുള്ള സ്നേഹത്തോടെ ജിംബറൂട്ടം പറയുന്നതാണ്. എന്തൊരു രസമാടി നിന്നെ കാണാൻ. ഐ ലവ് യു അശ്വതി. നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. എന്താടാ? ചക്കരവാവേ ചക്കരവാവേ എന്താ വേണ്ടേ? എന്തേലും വേണോ? ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ലേബർ റൂമിലേക്ക് വരുന്ന നേഴ്സുമാര് കൊണ്ടുപോകില്ലേ പെണ്ണുങ്ങളെ? അതുപോലെ നോക്കി ചുറ്റും നേഴ്സുമാർ നിൽക്കണ പോലെ
ആൾക്കാർ ലേബർ റൂമിലേക്ക് കൊണ്ട് പ്രസവിക്കാൻ അതുപോലെ ഇവര് വയറൊക്കെ ബോഡി ഷേമിങ് അല്ലട്ടാ, ഞാൻ കുറ്റം പറയല്ല, എനിക്ക് അതുപോലെ ആണ് നടത്താൻ പോലെ രീതിയാണ്. ആരും ബോഡി ഷേമിങ് എന്ന് പറഞ്ഞിട്ട് വരണ്ട. Ruka madala chati gacha danaya ഇത് ഏത് ഭാഷ? kenta kulaya thi മലയാളി അല്ലേ? adu sodhamana jata kulaya sinti varana അതെന്താ? ദൈവത്തിനറിയാം. പിന്നെന്താ എങ്ങനെയാ പറഞ്ഞത്? ശരി, എന്തൊക്കെയാ പറഞ്ഞിട്ട് എന്താന്ന് വെച്ചപ്പോ വാസുദേവനെ വിളിക്കുമ്പോ ഇങ്ങനെയാണ് പറഞ്ഞ കണ്ണന. വാസുദേവനെ വിളിക്കണ ഇങ്ങനെയാണെന്ന്. ശരി, എന്താ വാസുദേവന് ഇവർക്ക് മാത്രമുള്ള കോഡ് ഭാഷയോ? കണ്ണന്താ വന്ന് നിക്കുന്നു എവിടെ? ഇത് മറ്റേ ഈ ദൈവത്തിനെ നേരിട്ട് കണ്ട അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാ. കയാഥോ അധനിയ തണ്ട പോലകാശാനിനിയെ. എടാ ഇത് കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ ഏതാണ് മമ്മൂട്ടിക്ക് ഒരു കൊച്ച് കളഞ്ഞു കിട്ടുമല്ല ആ സിനിമയില്, മറ്റേ ആ ചെക്കൻ പറയൂലേ കച്ചി ഭാഷ, അതുപോലെ ഉണ്ട്. പാട്ടൊക്കെ പാടും. തെലുങ്കൊന്നല്ല ഇത് ദേവഭാഷയെന്ന് തിരുമേനിയൊക്കെ വന്ന് ഇങ്ങനെ എന്തരാണെന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. തിരുമേനിക്ക് വന്നത് ഇങ്ങനെ നിൽക്കുമെന്ന് അവർക്കറിയാൻ പാടില്ലല്ലോ. അത് ശരിയാ, പല പല ഭാഷകളും വരും. പിന്നെ ഈ ഇംഗ്ലീഷുകാര് എന്താ ഇവിടെ ജർമ്മനിക്കാരെ ഇങ്ങനെ കുക്കോ പക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. ജർമ്മനി ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ജർമ്മനിൽ ഒരു കൂട്ടുകാരുണ്ട്, അവനോട് ചോദിക്കണം ജർമ്മനിയാണോ, ജർമ്മനിൽ ഇങ്ങനെയാണോ സംസാരിക്കണേന്ന്. അതാ ഭാഷ. കൊറിയ, കൊറിയ, സൗത്ത് കൊറിയ. 3 വർഷത്തിന് മുന്നേ ഈ ഭാഷയൊക്കെ പറയുമ്പോ സൗത്ത് കൊറിയ ഞങ്ങള് എനിക്ക് തോന്നുന്നു പുള്ളി ഊക്കനാണ് കേട്ടോ. അവരെ എല്ലാരും ഇന്റർവ്യൂ ചെയ്യാൻ വേണല്ലോ, ഊക്കാൻ പോയേക്കനാണ്. സൗത്ത് കൊറിയ അവിടെയൊക്കെ ചെല്ലോന്ന് പറഞ്ഞു ഞാൻ. കുണ്ടിയുടെ അളവ് അവിടെയൊക്കെ പുള്ളിക്കാരെ ഏറ്റുപിടിക്കുകയും ചെയ്ത് ആണ് ചെല്ലോന്ന് പറഞ്ഞു ഞാൻ. നന്നായി, നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് danger situations and എനിക്ക് തോന്നുന്നു 6 കഴിഞ്ഞ അറസ്റ്റ് ഇല്ല, അതിന്റെ I support all പറഞ്ഞോട് കാര്യമില്ല persons because her ഗർ ഹിന്ദി അല്ലേ? മറന്നുപോയി. ഗർ തന്നെ. her statement is very not good. യെസ് പറഞ്ഞത് കറക്റ്റാണ് ഗൈസ്. ഹെയർ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ഗുഡ്. യെസ് ഐ സീ. ഇതേടെ വന്ന് പിന്നെയും വന്ന് വീണ്ടും വരുന്നുണ്ടല്ലോ. എന്താ മോനെ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ടും ഇത്ര സെന്റ് അടിച്ചിട്ടും ആർക്കും ഒരു കുലുക്കമില്ലേ? എന്താ നിങ്ങൾക്കൊന്നും ഒരു കുലുക്കമില്ലടേ. ഒരു ചെക്കൻ ഇത്ര നേരെ സംസാരിക്കണത് എന്താണ്? നിങ്ങളൊന്ന് കളിയാക്കണ? ആർക്കൊരു വിലയില്ല ഇവിടെ. ഒരാൾ ഇത്ര നേരം സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ശിവമയത്തിനെ കുറിച്ച്. നിങ്ങൾക്ക് തീരെ വിലയില്ല കേട്ടോ ഗൈസ്, തീരെ വിലയില്ല. നീ പറയട കുട്ടാ. നമ്മളെ പ്രത്യേകിച്ച് പറയാൻ നമ്മളെ നാട്ടുകാർക്ക് ഒന്നും ഒരു കുലുക്കം ഇല്ലേടേ. ഒരുത്തനൊരു കുലുക്കമില്ലടേ. എന്തേ കോവിൽ നാട്ടുകാർക്കൊന്നും നാട്ടുകാർക്കും പോട്ടെ നമ്മളെ പിന്നെ നീയൊക്കെ പോടാ. പിന്നല്ല നീ പറടാ. ഒരു കുലുക്കം ഇല്ലേടേ. എനിക്കൊരുക്കുണ്ട്. ഇതേ ഞാൻ കുലുങ്ങി. ഞാൻ ഇത്രയും കുലിക്കണ്ട. നമ്മളെ ചേട്ടൊക്കെ വേറെ. പിന്നെ അതാണ് നൈറ്റ് സ്റ്റാർ. ലൈഫ് സ്റ്റാർ നൈറ്റ് സ്റ്റാർ ആർക്ക് കുലുക്കല്ലേ? നൈറ്റ് സ്റ്റാർ പിന്നെ നമ്മളെ സ്വന്തം നാട്ടിനെ പറ്റി തന്നെ പറയുന്നത്. പിന്നെ നടക്കുന്ന ലക്ഷം വീട് കോളനി അവർക്കാർക്ക് ഒരു കുലുക്കമില്ലേ? ഇതിപ്പോ ആർക്കും ഒരു കുലുക്കൂല കൈസ്. ഒറ്റൊരുത്തരും കുലുക്കൂല. നാളെ തൊട്ട് എല്ലാരും കുലിക്കൊള്ളണം, അല്ലെങ്കിൽ ചെക്കൻ്റെ ആർമി ഇറങ്ങും. ഇത് നമ്മുടെ നാട്ടുകാര് അറിയാൻ വേണ്ടിക്ക് പറഞ്ഞത് കേട്ടോ. അത്രേ ഉള്ളൂ. ആർക്കും ഒരു കുലുക്കമില്ലേടേ. ഞാൻ കുലുങ്ങി, നിങ്ങൾ കുലുങ്ങണ ആരും ഇടാക്കനെ ഇടിക്കണ. ഒരു കുലുക്കം ഇല്ലെന്ന് തോന്നുന്നു. എന്നാ ഞാൻ പോണ്. ആർക്കൊരു കുലുക്കൽ കൈസ്. എന്നാ പിന്നെ ഞങ്ങള് പോണ് കൈസ്. ഞങ്ങള് വെറുതെ വിടുന്നിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ശിവമയം.